അപ്പോൾ ഗായ്സ് വെൽക്കം നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ലൈവ് കണ്ടോ നിങ്ങൾ? ഞാനൊന്ന് ചുമ്മാ ഒന്ന് ഗെയിമിലോട്ടൊന്ന് കയറിയതേ ഉള്ളൂ. അപ്പോഴത്തേനും രാത്രിയായി. എല്ലാവരും കൂടെ എന്നെ അടിച്ച് എന്നെ ഉറക്കി വിട്ട്. അപ്പോഴത്തേനും പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടിരുന്നിട്ടപ്പോൾ എനിക്ക് ഇത്ര ലൈഫേ ഉള്ളൂ. അപ്പോൾ ഗായ്സ് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം പറയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒബ്ജക്റ്റീവ് നോക്കുവാണെങ്കിൽ ഒരു പ്ലെയിനായിട്ടുള്ള ഏരിയ കണ്ടുപിടിക്കണം. അതെന്തിനാണെന്നറിയാമല്ലോ, നമ്മുടെ വീട് പണിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ രണ്ടാമത്തേന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീടിന് വേണ്ടി ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെക്കണം. അതായത് നമ്മുടെ വീടിൻ്റെ ഒരു ഡിസൈൻ എങ്ങനെയായിരിക്കും നമ്മുടെ വീട് വരാൻ പോകുന്നതെന്നുള്ള ഒരു ഡിസൈൻ അത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ ഒബ്ജക്റ്റീവ്. ചെറുതാണേലും വലുതാണേലും നമ്മളും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ചെറിയൊരു വീടാണ്. ഉണ്ടാക്കി വരുമ്പോൾ വലുതാവുമെന്ന് അറിയത്തില്ല, എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ച് റിസോഴ്സൊക്കെ നമുക്ക് വേണം. അതിന് മുമ്പ് നമുക്കൊരു സ്ഥലം കണ്ടുപിടിക്കാം. ഞാനപ്പോൾ ആദ്യമേ നോക്കുന്നത് ഇവിടെയാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം ഇവിടെ ഒരു കുഴിയാണ്. ആദ്യമേ വിചാരിച്ച് ഇവിടെ എന്തെങ്കിലും ചെയ്യാമെന്ന്. എന്തായാലും നമുക്ക് ഭാവിയിൽ ഇവിടെ എന്തെങ്കിലും ബിൽഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ കണ്ടോ, ഇവിടെ നല്ലൊരു ഏരിയയാണ്. എന്നാലും അപ്പുറത്തായിട്ട് കടലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ഏരിയയാണ് ഇവിടെ. പിന്നെ ഇവിടെ ഈ മൗണ്ടൈൻ്റെ അപ്പുറത്തോട്ടൊക്കെ നമുക്ക് പോകണം. അതൊക്കെ അടുത്ത ദിവസങ്ങളിൽ പോകാം. ഇനി നമുക്ക് പിന്നെ കാണുന്ന ഏരിയ എന്ന് വെച്ചാൽ നമ്മുടെ വലത്തേ സൈഡിലുള്ള ഏരിയയാണ്. അവിടെ എനിക്കൊന്ന് പോയി നോക്കണം. അപ്പോൾ നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേനും അവിടെയും കുറേ കേവും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോയപ്പോൾ അവിടെ പുഴക്കരയിലായിട്ടൊരു സ്ഥലമുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയി കാണിക്കാം. അങ്ങോട്ട് പോകുന്നത് എളുപ്പമാണ്. നമ്മുടെ നമ്മളിപ്പം തീരുമാനിച്ച സ്ഥലത്തിൻ്റെ കുറച്ചടുത്ത് തന്നെയാണ്. കണ്ടുണ്ട് ആ സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മളപ്പോൾ വീട് പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നല്ലൊരു ഏരിയ ഉണ്ട്. ചെറുതായിട്ടൊരു പ്ലെയിനായിട്ടുള്ള ഏരിയയാണ്. പുഴക്കരയാണ്. ആ പുഴ നേരെ കടലിലോട്ട് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് കുറച്ച് പശുവിനെ കൊല്ലാം. എന്നാന്ന് വെച്ചാൽ ഞാൻ ചാവാറായി. ഫുഡ് അപ്പോൾ നമുക്ക് 2 പശുവിനെ കൊന്നിട്ടുണ്ട്. ഇനി നമുക്ക് പോയി നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളും ഫർണസും സംഭവങ്ങളെല്ലാം എടുത്ത് ഇവിടെ കൊണ്ടുവെക്കാം. ക്രാഫ്റ്റിംഗ് ടേബിള്, ഫർണസ്, ബെഡ്, അങ്ങനെ 3 എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഫുഡ് എടുക്കാം. ഒരു ചിക്കൻ കഴിച്ചാണ് എനിക്ക് പോയിസൺ അടിച്ചത്, എന്നാന്നറിയത്തില്ല. അപ്പോൾ നമ്മളെന്തായാലും നേരെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഏരിയ. നോക്കിയിട്ട് ചെറിയൊരു ഏരിയയാണ്. അവിടെയാണ് നമ്മുടെ വലിയ ജംഗിളുണ്ട്. അങ്ങോട്ട് നമുക്ക് പോവാം. എന്നാ വെച്ചാൽ ഈ മരമൊക്കെ മുറിക്കുന്ന അവിടെ നിന്നായിരിക്കും. എന്തായാലും നമ്മൾ ജംഗിൾ പ്ലാങ്ക് വെച്ചാണ് നമ്മുടെ വീടുണ്ടാക്കാൻ നോക്കുന്നത്. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു ബിൽഡ് ചെയ്തിട്ടില്ല. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം പ്ലെയിനായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. നമുക്കിവിടെ എല്ലാം ഒന്ന് ക്ലിയർ ആക്കി എടുത്തിട്ട് നമ്മുടെ വീടിൻ്റെ ഒരു ഡിസൈൻ ഇടാം. അപ്പോൾ നമ്മളെ ഈ കുറച്ച് ഓക്കുമ്പോട്ടെ ജംഗിൾ പ്ലാങ്ക് ഉണ്ട്. നമുക്കത് വെച്ച് നമ്മുടെ വീടിൻ്റെ ഒരു ഡിസൈൻ ആദ്യമേ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് കുറച്ച് മരം കൂടെ വെട്ടാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ച് മരമൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേ രാത്രിയായി. നമുക്ക് കിടന്ന് ഉറങ്ങാം. ഇനി ബെഡ് എനിക്ക് നമ്മുടെ വീട് വരുന്ന ഇവിടെ ആയിരിക്കും. അപ്പോഴേ നമുക്ക് ബെഡ് പൊട്ടിച്ച് അപ്പുറത്തോട്ട് മാറ്റി വെക്കാം. മുകളിലോട്ട് എടുത്ത് വെക്കാം. ബെഡ് ഓക്കെ, ബെഡ് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ ലൈഫ് ഉണ്ട്. അതിന് നമുക്ക് വീട് പണിയുന്നതിൻ്റെ ചെറിയൊരു സ്പീഡ് ഇപ്പോൾ കാണാം, കാരണം അത് കുറേ സമയമുള്ളൊരു വീഡിയോ ഉണ്ട്. ഇന്നത്തെ വീഡിയോ മൊത്തം 2x നിങ്ങൾ മിക്കവാറും കാണാൻ പോകുന്നത്. കാരണം ഇന്നത്തെ വീഡിയോ ഭയങ്കര ലെങ്താണ്. ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം 1 മണിക്കൂറുള്ള വീഡിയോ ആയിരുന്നു. അതിപ്പം വെട്ടിക്കുറച്ചാണ് ഒരു 10 മിനിറ്റിൻ്റെ അടുത്തോട് എത്തിച്ചേക്കുന്നത്. ഒരു 12 മിനിറ്റോടെ അടുപ്പിച്ചാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ തന്നെ അറിയാമല്ലോ എന്തുമാത്രം ലെങ്ത് ഉണ്ടായിരുന്നു. അല്ലേ എനിക്കിത്ര ലെങ്തുള്ള വീഡിയോയുടെ ഞാൻ പ്രതീക്ഷിച്ചതല്ല, പക്ഷേ പിടിച്ചു വന്നപ്പോൾ അത്ര ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ക്രാഫ്റ്റ് ടേബിളും സംഭവങ്ങളെല്ലാം എടുത്ത് ഇവിടെ വെക്കാം. ആദ്യം തന്നെ കുറച്ച് ഫുഡ് നമുക്ക് റെഡിയാക്കാം. ഞാൻ ഇപ്പോൾ കുറച്ച് സ്റ്റീക്ക് ആവാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും ഇവിടെ ആയിട്ടൊരു സ്ഥലമുണ്ട്. നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ തറയുടെ പരിപാടിക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ആ കോബിൾ സ്റ്റോൺ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നു. ഇതിലേ കുഴിച്ച് പോയാൽ കോബിൾ സ്റ്റോൺ കിട്ടത്തില്ലേ? കിട്ടി. അപ്പോൾ നമ്മൾ നേരെ ഇതിലേ പോവാണ്. ആദ്യത്തെ കോളൊന്നും മഞ്ഞുകൊണ്ട് പോയതാണ്. അവിടെ 26 എണ്ണം. അത്രയും വലിയ കുഴിയാ കോളിന് വേണ്ടിയിട്ടാണ് ഞാൻ കുഴിച്ചത്. ഇങ്ങനെയൊക്കെ ഡയമണ്ടിൻ്റെ വെയിൻ ഉണ്ടായിരുന്ന നമ്മൾ എന്നാ റിച്ചായിപ്പോയത്.
അപ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ പോവാണ്. നമുക്ക് കുറച്ചുകൂടെ കോബിൾ സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ തറ മൊത്തം ഇടേണ്ടതാണ്. അപ്പോൾ കുറച്ചധികം വേണം. അപ്പോൾ നമ്മുടെ അടിത്തറയുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ വീടിൻ്റെ വലിപ്പം കുറച്ചുകൂടെ കൂട്ടിയാലോ എന്നൊരു ആലോചന. അപ്പോൾ നമുക്ക് അത് തന്നെ ചെയ്യാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ആക്സ് വേണം. എന്നാ വെച്ചാൽ നമുക്ക് ഇനി തടി വെട്ടണം. അല്ലാതെ ഇനിയിപ്പോൾ വീടിൻ്റെ പരിപാടി നടക്കത്തില്ല. നമ്മൾ പണിയെടുക്കാതെ എന്തായാലും പരിപാടി നടക്കത്തില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് മരം മുറിക്കണം. അതിന് മുമ്പ് നമ്മുടെ ഡിസൈൻ ഒന്നുകൂടെ സെറ്റ് ചെയ്യാം. കഴിക്കട്ടെ. ഞാൻ പറയാം, ആദ്യം നമുക്ക് പുറകിൽ നിന്ന് 3 ബ്ലോക്ക് എടുക്കുക. 2 സൈഡിലോട്ട് 3 ബ്ലോക്ക് വെച്ച് നീട്ടിയാലോ, അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ അത് ചെയ്യാം. രാത്രിയായി ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെയും കൂടെ കോബിൾ സ്റ്റോൺ വെക്കുവാണ്. അപ്പോഴേ കോബിൾ സ്റ്റോൺ തീർന്നും പോയി. നമുക്കിപ്പോൾ ഉള്ള പ്ലാങ്കും കൂടെ വെച്ചതങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. ഇവിടെ ആയിരിക്കും, ഈ ഒരു പ്ലേസിലായിരിക്കും നമ്മുടെ വീട് വരുന്നത്. അപ്പോൾ അത് കൊള്ളാം. നമ്മളപ്പോൾ ഒരു ടോർച്ച് ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ചും കോബിൾ സ്റ്റോൺ വേണം, അല്ലേ പിന്നെ പരിപാടിയൊന്നും നടക്കത്തില്ല. നമുക്ക് അടിത്തറയിൽ ഒരു തുള്ളിയും ഇട്ടാൽ മതിയായിരുന്നു. നമ്മുടെ പിക്കാക്സും പൊട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, നമ്മൾ അടുത്ത പിക്കാക്സ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു പിക്കാക്സും ഉണ്ടാക്കിയേക്കാം. നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന വുഡൻ പിക്കാക്സാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ കോബിൾ സ്റ്റോൺ മൊത്തം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഒരു ഔട്ട്പുട്ട് സ്ട്രക്ചർ ഇതായിരിക്കും. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ഏകദേശം കംപ്ലീറ്റ് ആക്കി വരുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടെ മരം വെട്ടാം. അങ്ങനെ ഞാൻ സമാധാനമായിട്ട് മരം മുറിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സംഭവിച്ചത്. രാത്രിയായി ഗൈസ്. ഞാൻ ഓടിച്ചാടി വീട്ടിലോട്ട് ചെല്ലുമായിരുന്നു. വീട്ടിലോട്ടും പോട്ടെ, നമ്മുടെ സ്ഥലത്തോട്ട് ചെല്ലുമായിരുന്നു. അപ്പോഴത്തേനും ഇവിടെ മൊത്തം ആൾ കൂടി ഭയങ്കര വിഷയമായി. ഞാൻ ചത്തു. 1 ചത്തു, 2 ചത്തു, 3ാമത്തെ പ്രാവശ്യം ചത്തില്ല. അതിന് മുമ്പ് ഞാൻ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഇവിടെ എത്തി. ഈ ഒരു കുഴിക്കകത്ത കുരുപ്പും വന്നു, അതിനെയും കൊന്നു. ലാസ്റ്റ് അതിൻ്റെ അകത്ത് ഞാൻ മൂടിയിരിക്കുമായിരുന്നു. ഒരു ദിവസം അങ്ങനെ പോയി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വന്ന് നമ്മുടെ വീടിൻ്റെ ബാക്കി പരിപാടിയിലോട്ട് കിടക്കുവാണ്. അതിന് മുമ്പെയാണ് എനിക്ക് അവിടെ നിന്ന് ഒരു സാധനവും മുക്കി പിടിച്ചുകൊണ്ട് പോകുന്നത്. ട്രൈഡൻ്റാണ്. അപ്പോൾ അത് കിട്ടുമോയെന്ന് എനിക്കറിയത്തില്ല. നമുക്കെന്തായാലും അവനെ ഒന്ന് അടിച്ചു നോക്കാം. എനിക്ക് തറ ഒരടിയും കൂടെ, ഒരടി. കിട്ടി ഗൈസ്, കിട്ടി. എനിക്ക് ലക്കുണ്ട്. അപ്പോൾ സ്റ്റോൺ ആക്സ് വെച്ച് എനിക്കൊരു ട്രൈഡൻറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ട്രൈഡൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതിനായാലും സൂക്ഷിച്ച് വെക്കാം. ലൈഫൊന്നുമില്ല അതിന് ഡ്യൂറബിലിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുക. അപ്പോൾ നമുക്കെടുത്ത് ചെസ്റ്റ് ഉണ്ടാക്കേണ്ടത് വെച്ചേക്കാം. നമ്മുടെ ചവറെല്ലാം പെറുക്കേണ്ടത് വെച്ചേക്കാം. അപ്പോൾ എല്ലാ സൈഡും നമുക്ക് ഇനി ഒരു 3 ബ്ലോക്ക് ഹൈറ്റിലോട്ടാക്കാം. അങ്ങനെ അതും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി റൂഫെല്ലാം അടയ്ക്കാം. നമുക്കിവിടെ സ്റ്റെയർ കേസ് വരുന്നുണ്ട്. അവിടെ മാത്രമായിട്ട് നമുക്ക് കുറച്ച് സ്ഥലം വിട്ടേക്കാം.
ബാക്കിയെല്ലാം നമുക്ക് അടയ്ക്കാം. ഓക്കെ, നമ്മളങ്ങനെ അതും ചെയ്തിട്ടുണ്ട്. അത് ടോർച്ച് വെച്ചേക്കാം, വേറെ ഒന്നും സ്പോണാകണ്ട. ഞാൻ വിൻഡോയ്ക്കുള്ള സ്ഥലം മാത്രം ഇട്ടിട്ട് ബാക്കി നമുക്ക് പ്ലാങ്ക് വെച്ച് അടയ്ക്കാം. ഓക്കെ ഒന്നുകൂടെ കിടന്നുറങ്ങാം. രാവിലെ ആയി. ഇനി നമ്മൾ ഇവിടെയും കൂടെ ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ. രണ്ട് സൈഡ് നമുക്ക് ഒരുപോലെ ആക്കാം, ഒരുപോലത്തെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് സാൻഡിങ്ങും എടുക്കാം. നമുക്ക് കുറച്ച് മറ്റേ ഗ്ലാസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സാൻഡിങ്ങും എടുത്ത് ഇവിടെ ഒന്ന് അടച്ചേക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ വീടിൻ്റെ സ്ട്രക്ചറിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒബ്ജക്റ്റീവ് എല്ലാം ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റായിട്ട് അവിടെയുള്ള മരവും കൂടെ ഇങ്ങനെ വെട്ടിക്കൊണ്ട് വന്നേക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാം ഞാൻ 4x ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര സ്പീഡായിട്ട് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ, വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് ആയിരുന്നു. ഞാൻ വിചാരിച്ച പോലെ ഒരു എപ്പിസോഡിൽ തീർക്കാൻ പറ്റുന്നൊരു വീഡിയോ അല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റേ നമ്മുടെ ഷെല്ലും കൂടെ നമുക്ക് കിട്ടുന്നത്. ഇന്ന് തന്നെ ലക്കുള്ളൊരു ദിവസം തന്നെയാണ്. ഇതൊക്കെ റെക്കോർഡ് ചെയ്തില്ലായിരുന്നെങ്കിലാണ് ഇപ്പോൾ ആരും വിശ്വസിക്കുമായിരുന്നു. അതാണ്. അപ്പോൾ നമുക്ക് ഈ ചെസ്റ്റിലോട്ട് നമ്മുടെ ഈ ഒരു ഷെല്ലും കൂടെ നെട്ടേഴ്സ് ഷെല്ലും കൂടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് എല്ലാം കഴിക്കാം. നമ്മുടെ ഹങ്കർ ബാർ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളൂ. ഈ പുറകെ കാണുന്നത് നമ്മുടെ വീടാണ്. അപ്പോൾ ഇതിൻ്റെ പരിപാടിയൊന്നും ആയിട്ടില്ല. ഏകദേശം ഒരു 50% നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത 50% നമുക്ക് നാളെ തീർക്കാം. അപ്പോൾ ബൈ.